നോക്കണ്ട ഉണ്ണി, ഇത് ഞാൻ തന്നെ. പ്രായം ഏതായാലും പെണ്ണുങ്ങളെ മനസ്സെല്ലാം ഒരുപോലെ തന്നെ. ചെറിയച്ഛൻ ആരെയാ നോക്കുന്നേ? അല്ല, മഹിയേട്ടൻ വരുന്നുണ്ടോന്ന് നോക്കിയാ ഐസ്ക്രീം മേടിക്കാനേ. എന്റെ മരണം വരെ ഞാൻ സഞ്ജയ്ക്കൊപ്പം ഉണ്ടാവും. ഈ പാതിരാത്രി ഇനി എവിടെ നിന്ന് പോയി ഐസ്ക്രീം വാങ്ങാനാ? ചേച്ചി, ഐസ്ക്രീം ഉണ്ടോ? ആ, ഉണ്ടല്ലോ. ഇവിടെ കാണും. ഒരു ചോക്ലേറ്റ്. കപ്പാണോ കോണാണോ അതോ ഫാമിലി പാക്ക് വേണോ? ഫാമിലി പാക്ക് എടുക്കും. 1/2 ലിറ്റർ ആണോ 1 ലിറ്റർ ആണോ? 1 ലിറ്റർ. ഓക്കെ. എനിക്ക് 1 ലിറ്റർ ചോക്ലേറ്റ് ഐസ്ക്രീം എടുത്തോ. ചെറിയച്ഛൻ. ആ, ഇപ്പൊ എടുക്കാം. നോക്കണ്ട ഉണ്ണി, ഇത് ഞാൻ തന്നെ. പ്രായം ഏതായാലും പെണ്ണുങ്ങളെ മനസ്സെല്ലാം ഒരുപോലെ തന്നെ. ചെറിയച്ഛൻ ആരെയാ നോക്കുന്നേ? അല്ല, മഹിയേട്ടൻ വരുന്നുണ്ടോന്ന് നോക്കിയാ ഐസ്ക്രീം മേടിക്കാനേ. ആ ലെവലിലല്ലേ കിരണും ദുർഗയെ കൊതിപ്പിച്ച് വെച്ചേക്കുന്നത്. ഐസ്ക്രീം റെഡിയാണേ. എത്ര ചേച്ചി? ഒരെണ്ണം 650. ഒന്നിച്ചെടുത്തു. അപ്പൊ 1300. എടാ, ഞാൻ പൈസ ഞാൻ കൊടുക്കാം. വേണ്ട, രക്ഷപ്പെട്ട. ജിപേ ചെയ്തോളൂ. ഓക്കെ. ഇങ്ങനെ കിരണും ദുർഗയെ ഓരോ ദിവസം ഓരോ പണിയാണ് തരുന്നത്. ഇനി എന്തൊക്കെ പുറകെ വരുവോ എന്തോ. വാ, നമുക്ക് പോവാം. ആരും കാണുന്നില്ലെന്ന് കരുതി നമ്മൾ ചെയ്യുന്നതൊക്കെ പലരും കാണുമെന്ന് പറയുന്നത് എത്ര ശരിയാ അല്ലേ കിരൺ? അതെ, നമ്മൾ പുറത്തു പോകുന്ന വരുന്നതൊക്കെ ഇവിടെ ഉള്ളവർ നോക്കുന്നുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ പോകുന്നെങ്കിലും നമ്മൾ കാണാതെ അവര് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരും പിന്നാലെ വന്ന് നമ്മൾ അണ്ടർകവർ പോലീസാണെന്ന് കണ്ടുപിടിക്കാതിരുന്നത് ഭാഗ്യം. തന്റെ വീട്ടിലായിരുന്നപ്പോ ആരെങ്കിലും നമ്മുടെ യഥാർത്ഥ ജോലി പോലീസിലാണെന്ന് കണ്ടുപിടിക്കുമോ എന്നുള്ള പേടി ഒരു തരി പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല അവസ്ഥ. നമ്മൾ വന്നു കയറിയതിന്റെ അടുത്ത നിമിഷം മുതലേ നമ്മുടെ ഡീറ്റെയിൽസ് തപ്പി ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ വളരെ സൂക്ഷിക്കണം കിരൺ, അല്ലെങ്കിൽ പ്രശ്നവും. ഇത്രയും പേര് നമ്മളെ നിരീക്ഷിക്കുമ്പോ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് പോലും നമ്മളെ കുഴപ്പത്തിലാക്കും. അതെ, നമ്മുടെ ടീമിൽ ഇവിടുത്തെ അവസ്ഥയൊന്ന് പറഞ്ഞു വെക്കണം. ജോർജ് സാറിനെ അറിയിക്കണം. അല്ലെങ്കിൽ പല സ്ഥലത്തും നമുക്ക് സമയത്തിനെത്താൻ പറ്റാതെ ആയിപ്പോവും.
ഇപ്പൊ പറയണ്ട. ഇതുവരെ നമ്മൾ മാനേജ് ചെയ്തില്ലേ, ഇനിയും നമ്മളത് ചെയ്യും. നമ്മുടെ പ്രയോറിറ്റി കേസിന്റെ അന്വേഷണവും നമ്മുടെ ജോലിയുമാണ്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞേ ഉള്ളൂ. അതെ, പക്ഷേ ആരും നമ്മളെ തിരിച്ചറിയരുതെന്ന കാര്യത്തിന് അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. നമുക്ക് നോക്കാം. എന്ത് സംഭവിച്ചാലും നമ്മൾ ആർക്കും പിടികൊടുക്കാൻ പോകുന്നില്ല. ഏത് സിറ്റുവേഷനും നമുക്ക് മാനേജ് ചെയ്ത് പോയേ പറ്റൂ. എന്നാലും നമ്മൾ ഇനി സൂക്ഷിച്ച് മുന്നോട്ട് പോണം. അത് മനസ്സിൽ വെച്ചിരുന്നാ മതി. സഹദേവേട്ടാ, നീ ഉണർന്ന? അലാറത്തിന്റെ സൗണ്ട് കേട്ട ഉണരാതിരിക്കാൻ ഞാൻ പൊട്ടിയൊന്നുമല്ല. അല്ലേലും ആവശ്യമില്ലാത്ത സമയത്ത് നിനക്ക് ഒടുക്കത്തെ ചെവിയാണല്ലോ. ഓ, അപ്പോ എന്നെ ഒളിച്ചെന്തോ ചെയ്യാനുള്ള പരിപാടിയായിരുന്നല്ലേ? അയ്യോ എടി, നിന്നെ ഒളിച്ച് ഞാൻ എന്തോ ചെയ്യാനാ? അത് ഞാനല്ലേ ചോദിക്കണ്ടേ? ഓ സത്യം പറ, നിങ്ങൾ എങ്ങോട്ടാ, ആരെ കാണാനാ ഈ പമ്മി പമ്മി പോകുന്നേ? ഓ എന്റെ നീരജ, നീ ഒന്ന് കിടന്ന് ഉറങ്ങ്, ഞാൻ ഇപ്പൊ വരാം. എനിക്കറിയാം, കുറച്ചു നാളായിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്. എന്തുവാ? എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇപ്പഴല്ലേ കാര്യം മനസ്സിലായത്. എന്താ മനസ്സിലായി? പഴയ കാമുകി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അവളെ കാണാനുള്ള പോക്കായിരിക്കും. അയ്യോ, കാമുകിയാ? എനിക്കാ? നീ ഒന്ന് പതുക്കെ പറ, ആ പല്ലവിയാണ് കേട്ട നാണക്കേടാ. നിങ്ങക്ക് ചെയ്യാം, പിന്നെ പല്ലവി കേട്ടാലെന്താ? ഓ എന്റെ ദൈവമേ, ആ നാശം പിടിച്ചവളുടെ തലയില് ഒരു ബോംബ് പോലും വീഴുന്നില്ലല്ലോ. ഇങ്ങനെ വളയ്ക്കാൻ അവള് കുറ്റിയും പറിച്ച് വന്നേക്കോ? എന്റെ നീരജ്, ഇടി നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഞാനേ ആ കിരണിനെയും ദുർഗയെ നോക്കാൻ പോയതാ. എന്തിന്? അവര് കിടക്കുന്നതൊക്കെ ഒന്ന് കാണട്ടടി. അയ്യേ, കിടക്കുന്ന കാണാനോ? ആ എന്ത്? നിങ്ങക്ക് നാണോ ഇല്ല മനുഷ്യ? വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? എടി നീ വിചാരിക്കുന്ന പോലെ അല്ല.